ചൊവ്വാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ ഒട്ടിങ് അട്ടിമുടി മാറ്റങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 15 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ മുതൽ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ തുടങ്ങിയതാണ്. എല്ലാ ഈ ഒരു സീസൺ 7 എല്ലാ പ്രമുഖരും അതോടൊപ്പം തന്നെ ശക്തരുമല്ലാത്ത എല്ലാ കണ്ടസ്റ്റന്റും ഇത്തവണ എവിക്ഷന് വന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരങ്ങൾ തന്നെ ഈ ആഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 5 ആഴ്ച കിടന്ന വീട്ടിൽ ഒരുപാട് സംഘർഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വന്നവരൊക്കെ നനഞ്ഞ പടക്കങ്ങളായിട്ട് മാറുമ്പോൾ ഷാനവാസു, അക്ബറും, അനീഷും, അനുമോളും, ജിസയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കിരീടമില്ലാത്ത രാജാക്കന്മാരും രാജ്ഞികളൊക്കെ ആയിട്ട് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ വരെ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വോട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ ഇതുവരെ 1ാം സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് അനുമോളാണ്. അനുമോളുടെ ഫാൻസ് പവർ വീണ്ടും തെളിയിക്കുകയാണ്. എന്തൊക്കെയാണ് ജിസേൽ ആര്യൻ ഗ്യാങ്ങിനെയൊക്കെ പൊളിച്ചടുക്കി അനുമോൾ മുന്നേറുമ്പോൾ 2ാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ഷാനവാസിക്കയുടെ മുന്നേറ്റമാണ്. അനീഷിനെ അട്ടിമറിച്ച് ഷാനവാസിക്ക ഇപ്പോഴത്തെ ഒരു മാസ് കളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് വോട്ടിംഗ് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമ്പോൾ 3ാം സ്ഥാനത്ത് അനീഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരേ സ്ഥലത്ത് ഒരു ഗ്രൂപ്പിനും ചേരാതെ ഒറ്റയ്ക്ക് പോരാടുന്ന അനീഷേട്ടന് വോട്ടിംഗ് നല്ലൊരു സപ്പോർട്ട് പ്രേക്ഷകർ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണല്ലോ ഇത്തവണത്തെ ടോപ്പ് 5 ഒരു കണ്ടസ്റ്റന്റ് 101% ഉറപ്പായിട്ട് അനീഷേട്ടനെ നമുക്ക് പറയാം. 4ാം സ്ഥാനത്ത് ആരും നോക്കിയാൽ അത് നൂറേനെയാണ്. നൂറയ്ക്ക് നേരിയ വോട്ടിംഗ് തകർച്ചകൾക്ക് ചില മണിക്കൂറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ 5ാം സ്ഥാനത്തേക്ക് ആതിര കൂടി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഗ്യാങ്ങിനെ തന്നെ ഫോക്കസ് ചെയ്താണ് വോട്ടിംഗ് ഇപ്പോൾ പോകുന്നതെന്ന് തോന്നുന്നു. അനീഷ്, അനുമോള്, ഷാനവാസ്, ആതിര, നൂറ അങ്ങനെയുള്ള ആ ഒരു ആദ്യ 5 സ്ഥാനങ്ങൾ ഇവർ കൈയടക്കിയപ്പം 6ാം സ്ഥാനത്ത് ജിസേലിന്റെ ഗ്യാങ് എത്തി തുടങ്ങി. ജിസേൽ 6ാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുമ്പോൾ 7ാം സ്ഥാനത്താണ് നിലവിൽ നമുക്കിപ്പോൾ രേണുസുദിനെയാണ് കാണാൻ സാധിക്കുക. രേണുസുദി അവിടെ വലിയ ആരുടെയും ഗ്യാങ്ങിന്റെ കൂടെ അല്ലെങ്കിൽ പോലും അനുമോളുടെ പക്ഷത്താണെന്ന് വേണേൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. 8ാം സ്ഥാനത്ത് ആരെന്ന് നോക്കുകയാണെങ്കിൽ ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത്. ആര്യനും വോട്ടിങ്ങിൽ കഴിഞ്ഞ ആഴ്ച വൻ തകർച്ച ഏറ്റുവാങ്ങി ആര്യൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിലും ബിഗ് ബോസ് എവിക്ഷൻ ഇല്ലാതെ ആര്യനെ സേഫാക്കി ഇപ്പോൾ 15 പേരുമായിട്ട് ഇട്ടപ്പോൾ പാഴുകളെല്ലാം തന്നെ വോട്ടിങ്ങിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആര്യൻ സേഫായി 8ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 9ാം സ്ഥാനത്ത് ആരാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റന ഫാത്തിമേനെ തന്നെയാണ്. റനയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 10ാം സ്ഥാനത്ത് അക്ബറിക്കാനെയാണ് കാണാൻ സാധിക്കുന്നത്. അക്ബറിനും നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഗ്യാങ്ങിന്റെ ഓൾമോസ്റ്റ് സെക്ഷൻ ഇവിടെയാണെങ്കിലും ഫാൻസ് പവറിൽ കൂടുതലും സപ്പോർട്ടുള്ളത് നമ്മുടെ അനുമോൾ, ഷാനവാസ് അവർക്കൊക്കെ തന്നെയാണ്. എന്നാലും ജിസേൽ ആര്യൻ ഗ്യാങ്ങും സേഫാണ്. 11ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പാനി ശരത്തിനെയാണ്. അപ്പാനി ശരത്തിന് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളം കളിച്ച് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അനീഷിനെ പോലുള്ള പാവങ്ങളെ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ഉറപ്പുള്ളവരെ മാത്രമേ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ ശരത്തപ്പാനിക്ക് വലിയ രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല. അതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അഭിലാഷും. സേഫ് സോണിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അഭിലാഷിനും വോട്ടിങ്ങിൽ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. കണ്ടന്റുകൾ കൊടുക്കുന്നില്ല എന്നതാണ് ഇവരുടെയൊക്കെ മെയിൻ കാര്യം. 13ാം സ്ഥാനത്ത് ആരെന്ന് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ബിന്നിനെയാണ്. ബിന്നി ആദ്യമൊക്കെ വന്നപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ടും അല്ലെങ്കിൽ സീരിയലിൽ നിന്ന് വന്നുകൊണ്ടൊക്കെ ആയതുകൊണ്ട് ഒരു ഓഡിയൻസ് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ക്യാരക്ടർ വൈസായിട്ട് ആദ്യമൊക്കെ നിലപാടൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇപ്പം വളരെയധികം എന്താ പറയുക കമൻറ്റുകളിൽ കൂടിയാണ് കേട്ടോ ഞാൻ ബിന്നിനെ വിലയിരുത്തുന്നത്. കാണുമ്പോൾ കൂടുതലും വിഷം ചീറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള ഒരു കമൻറ്റുകൾ കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചകളാണ് നിലവിൽ നമുക്ക് എല്ലാവരും ഇപ്പോൾ കാണാനും സാധിക്കുന്നത്. എന്തൊക്കെയാണ് ബിന്നി ഡേഞ്ചർ തോന്നുന്നത്. ക്യാരക്ടർ മാറ്റിയാൽ മാത്രമേ ഒരുപക്ഷെ ഇനി രക്ഷപ്പെടാൻ പറ്റത്തുള്ളായിരിക്കും. വൈൽഡ് കാർഡൊക്കെ വന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഒരു കണ്ടസ്റ്റന്റിന് വന്നിട്ടില്ല. 14ാം സ്ഥാനത്ത് ആയിരുന്നു പരിശോധിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒനിയൻ സാബുവിനെയാണ്. ഒനിയൻ സാബു ചില സമയങ്ങളിലൊക്കെ സീസണിൽ നല്ല രീതിയിൽ മുന്നേറുമ്പോഴുണ്ടെങ്കിലും കുക്കിങ്ങിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ച പല സമയത്തും കാണുന്നുണ്ട്. കണ്ടന്റുകൾ കൊടുക്കുന്നത് വളരെയധികം പിന്നിലായിട്ട് 14ാം സ്ഥാനത്തേക്കുമ്പോൾ 15ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ശൈത്യനെ തന്നെയാണ്. ശൈത്യനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ലൈവ് കാണുന്നവർക്കറിയാം. ശൈത്യ ആദ്യം അനുമോളുടെ പക്ഷത്തായിരുന്നു. പിന്നെ അനുമോൾക്കെതിരെ പറയുന്നു. ആക്ച്വലി ശൈത്യയ്ക്ക് തന്നെ നിലവിൽ എവിടെ ഉറച്ചു നിൽക്കണം എന്നറിയത്തില്ല. എങ്ങനെയെങ്കിലും സേഫായിട്ട് ഒരു 19 ദിവസം പോകണമെന്നാണ് ശൈത്യയുടെ മനസ്സിലും തോന്നുന്നു. കാരണം കണ്ടന്റുകൾ കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യങ്ങളൊട്ട് പറയുന്നുമില്ല. ഞാൻ പറഞ്ഞെന്തെങ്കിലും അബദ്ധം പറ്റിയാലോന്നോർത്ത് മിണ്ടാതിരിക്കുന്ന ശൈത്യനെ അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പോസിറ്റ്
സേഫ് സോൺ നോക്കി മാത്രം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ശൈത്യനെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കൈവിടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഡേഞ്ചർ സോണിലായിരുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ വോട്ടിങ്ങിലും ശൈത്യ ഡേഞ്ചർ സോണിലായിരുന്നു. നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പൊസിഷൻ ഇതൊക്കെ തന്നെയാണ്. വരും മണിക്കൂറിൽ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റുകളുമായിട്ട് വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് വാശിയേറിയ മത്സരങ്ങൾ തന്നെ ഓരോ കണ്ടസ്റ്റന്റും നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി അറിയേണ്ടത്, ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലോട്ട് പുറത്തു പോകുന്നതാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇന്നയാണ് പോകുന്നത്. കാരണം വോട്ടിംഗ് ഓരോ നിമിഷത്തിനും സെക്കൻഡിലും മാറി മറിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം വരും മണിക്കൂർ ആരൊക്കെയായിരിക്കും തകർച്ചയായിരുന്നു, ആരൊക്കെ മുന്നേറുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.